ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ മുഴുവൻ കണ്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇന്ന് പ്രണയിച്ച് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം നിങ്ങളിൽ ദോഷങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് കാര്യമായാലും തടസ്സം ഉണ്ടാകുന്നത്, നഷ്ടമാകുന്നത്, നല്ലതുപോലെ സ്നേഹിച്ച ആൾക്കാർ പരസ്പരം ഒരു കാരണമില്ലാതെ പിരിഞ്ഞു പോകുന്നത്, വീട്ടിൽ സമാധാനം സന്തോഷം ഇല്ലാത്തത്, അടിയും വഴക്കം ഉണ്ടാകുന്നത്, ഇതൊക്കെ ദോഷങ്ങൾ വന്ന് ഭവിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ പ്രണയിച്ച് ബ്രേക്കപ്പായി മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാം. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ആൾക്കാർ പരസ്പരം വഴക്കുകൂടി മാറി നിൽക്കുന്നുണ്ട്, അപ്പോൾ അവർക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. നിങ്ങൾക്കിതിൽ 5 പൈസ പോലും മുടക്കില്ല. നിങ്ങൾ വിശ്വാസത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നു. അതായത് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ സ്വിച്ച് വേർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വിച്ച് വേർഡ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സം മാറുകയും നിങ്ങൾ ഏത് വ്യക്തിയെ ഓർത്താണോ ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ പറയുന്നത്, ആ വ്യക്തി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നല്ല, നിങ്ങൾ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യണമെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് ഒരുങ്ങുക. നിങ്ങൾ ഒരുങ്ങുക എന്ന് പറഞ്ഞത് നിങ്ങൾ പൗഡറൊക്കെ ഇട്ട് മുഖത്ത് ക്രീമൊക്കെ ഇട്ട് ഒരുങ്ങുക അല്ല പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക. നിങ്ങൾ ഒരുങ്ങിയാലേ നിങ്ങളുടെ മനസ്സ് ഒരുങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളെ അടുപ്പിക്കുന്നത്. നിങ്ങളെ വിട്ടുപോയ വ്യക്തിനെ ഈ ഒരു സ്വിച്ചോട് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി പ്രവർത്തിച്ച് അടുപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിന്റെ ഒരു പ്രസൻസ് നിങ്ങളിൽ വരണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി ഇത് വിശ്വസിക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ഫലം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഓൾഡ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും ഫലം കിട്ടും. അപ്പോൾ നിങ്ങൾ 100% വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്യുവാൻ. അടുത്ത രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, നിങ്ങൾ ഇതൊരു തമാശയ്ക്കായി ചെയ്യാതിരിക്കുക. ജസ്റ്റ് വെറുതെ ചെയ്ത് നോക്കാം, ഫലിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ തമാശയ്ക്ക് ചെയ്താൽ ഇത് ഫലിക്കത്തില്ല. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കത്തില്ല. കോൺഷ്യസ് മൈൻഡ് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡ് ഉണരത്തില്ല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നിങ്ങൾ, അതായത് മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ഒരു ഏകാഗ്രത കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയും ഇല്ലാതെ ഇരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിനെ ചിന്തയില്ലാത്ത രീതിയിൽ കൊണ്ടുവരിക. വീട്ടുകാരുടെ ചിന്ത, കൂട്ടുകാരുടെ ചിന്ത, നാട്ടുകാരുടെ ചിന്ത, ജോലി സ്ഥലത്തെ കാര്യം, അങ്ങനെ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. നിങ്ങൾ ഏത് വ്യക്തിയെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ മുഖം മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക. ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ പതിയും. ഓക്കെ, അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാൻ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നോക്കി വേണം നിങ്ങൾ ഞാനിതിൽ പറഞ്ഞുതരാൻ പോകുന്ന ആ ഒരു സ്വിച്ച് വേർഡ് പറയുവാൻ. ഓക്കെ, അപ്പോൾ സ്വിച്ച് വേർഡ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഡിസ്പ്ലേ എഴുതി കാണിച്ചു തരും.
അത് മാത്രമല്ല ആ സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ആ ഒരു ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ പറയുക. ചില ആൾക്കാർ സ്വിച്ച് വേർഡിനെ മറ്റു ഭാഷകളിൽ തർജ്ജമ ചെയ്ത് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. തമിഴില്, മലയാളത്തില്, സംസ്കൃതത്തില് ഒക്കെയുള്ള മന്ത്രസ്വരങ്ങൾ പോലെ തന്നെയാണ് ഇംഗ്ലീഷിലുള്ള പോസിറ്റീവ് എനർജിയുള്ള മന്ത്രസ്വരങ്ങളെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ പറയുക. മറ്റു ഒരു ലാംഗ്വേജിൽ നിങ്ങൾ തർജ്ജമ ചെയ്ത് പറയാതിരിക്കും. അപ്പോൾ അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്വിച്ച് വേർഡ് പറയേണ്ട രീതി എങ്ങനെയാണ്. നിങ്ങൾ ശബ്ദം ഉയർത്തി ഈ സ്വിച്ച് വേർഡ് പറയണ്ട. നിങ്ങൾ മുറിക്കകത്തിരുന്ന് കഥകൊക്കെ പൂട്ടി ഏകാഗ്രതമായിട്ടിരുന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വേണം ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ പറയുവാൻ. മനസ്സിലായല്ലോ? നിങ്ങൾ സ്വിച്ച് വേർഡ് പറയേണ്ടത് നിങ്ങളുടെ മനസ്സുകൊണ്ട് വേണം പറയുവാൻ, അല്ലാതെ ശബ്ദമുയർത്തി പറയണ്ട. ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ഈ സ്വിച്ച് വേർഡ് എങ്ങനെ, ഏത് രീതിക്ക് പറയണം. അതായത് ചില ആൾക്കാർ സ്പീഡിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു കടമയ്ക്കായിട്ട് സ്പീഡിൽ പറയരുത്. ഇതിലെ എണ്ണത്തിലല്ല കാര്യം, നിങ്ങൾ എത്ര തവണ ഈ സ്വിച്ച് വേർഡ് പറഞ്ഞു എന്നതിലല്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞു, ആ സ്വിച്ച് വേർഡ് നിങ്ങൾ എങ്ങനെ പറഞ്ഞു എന്നതിലാണ് റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വിച്ച് വേർഡ് സാവധാനം, നൈസായിട്ട്, സ്മൂത്തായിട്ട് വേണം പറയുവാൻ. വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വേണം പറയുവാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഞാൻ ആ സ്വിച്ച് വേർഡ് എന്താണെന്ന് പറഞ്ഞുതരാം. അതിന്റെ കൂടെ തന്നെ ആ സ്വിച്ച് വേർഡ് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചിത്രം ഈ ഒരു ഡിസ്പ്ലേ ഉൾപ്പെടുത്തി വെക്കും. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് ഈ സ്വിച്ച് വേർഡ് പറയണം. ഓക്കെ, ചില ആൾക്കാർ പറയുന്നത് ഭയങ്കര ടൈമിംഗ് ആണ് വീഡിയോ, അത്രയും നേരം പറയണം. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യണമെന്നത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് വേർഡിന് അനുയോജ്യമായ ഒരു നിശ്ചിത സമയം, ഒരു കറക്റ്റ് സമയം ഞാൻ ഈ വീഡിയോക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത്രയും സമയം പറഞ്ഞാൽ മതി. ഈ സ്വിച്ച് വേർഡിന് അനുയോജ്യമായിട്ടുള്ള സമയം ഞാൻ ഈ വീഡിയോക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത്രയും സമയം നിർബന്ധമായിട്ടും പറയുക, മടിയില്ലാതെ പറയുക. നിങ്ങളിപ്പോൾ സമയം നോക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം. നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോൾ ഏത് വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയോട് നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള സ്നേഹം കൂടി ഉണ്ടായിരിക്കണം. വെറുതെ തമാശ സ്നേഹം വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഫലിക്കത്തില്ല. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ആ വ്യക്തിയെ കിട്ടിയേ പറ്റൂ, ഒരു കാരണമില്ലാതെ പിരിഞ്ഞു പോയതാണ്, എനിക്ക് ആ വ്യക്തി എന്നോട് മിണ്ടിയേ പറ്റൂ എന്നൊരു വാശി നിങ്ങളുടെ മനസ്സിൽ വേണം. അത്രയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വാശി മനസ്സിലാവും, എനിക്ക് ആ വ്യക്തിയെ വേണം എന്നൊരു വാശി നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം ഇനി അങ്ങോട്ട് ബാക്കി വീഡിയോ കണ്ടാൽ മതി. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഫലം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറേ പേർക്ക് ഫലം കിട്ടുന്നുണ്ട്, കുറേ പേർക്ക് ഫലം കിട്ടുന്നത് കാരണം നിങ്ങളുടെ തെറ്റുകൊണ്ടാണ്. നിങ്ങളത് എങ്ങനെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ചെയ്തു, നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണർന്നോ ഇല്ലയോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ കൃത്യസമയം സെറ്റ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് കാര്യം നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മടി കൂടാതെ ആത്മാർത്ഥമായിട്ട് ആ ഒരു ചിത്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു സ്വിച്ച് വേർഡ് പറയുക. ഓക്കെ, അപ്പോൾ ആ സ്വിച്ച് വേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സ്വിച്ച് വേർഡ് വേറൊന്നുമല്ല, വില്ലോ, നൈസ്, ഇൻഡീഡ്, എംബ്രസ്, ഡിക്ലെയർ. വില്ലോ, നൈസ്, ഇൻഡീഡ്, എംബ്രസ്, ഡിക്ലെയർ. വില്ലോ, നൈസ്, ഇൻഡീഡ്, എംബ്രസ്, ഡിക്ലെയർ. അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ്. ഈ സ്വിച്ച് വേർഡ് ആണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട് നൈസായിട്ട്, സ്മൂത്തായിട്ട് ഏത് വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ ഫേസ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് വേണം നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ്
വളരെ സ്മൂത്തായിട്ട് നൈസായിട്ട് എൻജോയ് ചെയ്ത് ആ ചിത്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് പറയുക. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളത് വളരെ ആത്മാർത്ഥമായി ഒരു മനസ്സോടുകൂടി തന്നെ ചെയ്യുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക. മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക. ഓക്കെ. ചില വ്യക്തികൾക്ക് ഇത് ചെയ്ത് 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഫലം കിട്ടും. ചില വ്യക്തികൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫലം കിട്ടും. ചില വ്യക്തികൾക്ക് 2 മണിക്കൂർ, ചില വ്യക്തികൾക്ക് അതിൽ കൂടും. കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അല്പം ലേറ്റ് ആകും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളത് 21 ദിവസം മുടങ്ങാതെ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു കാര്യം കേൾക്കുക, നിങ്ങളത് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ ഫലം കിട്ടിയാൽ പോലും നിങ്ങളത് മുടങ്ങാതെ 21 ദിവസം എന്ന ആ ഒരു കൗണ്ടിങ് പൂർത്തിയാക്കിയിരിക്കുന്ന, ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കല്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്താണ് ആ വ്യക്തിയെ കൊണ്ട് വിളിപ്പിച്ചതെന്ന് ഒരിക്കലും ആ വ്യക്തി അറിയുവാൻ പാടുള്ളതല്ല. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ധാരാളം ഉണ്ടാവട്ടെ.